ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോ ഇതാണ് നേരെ അച്ഛൻ ചോദിച്ചേക്കാം. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്? ഒരു കോൺവെർസേഷൻ ഉണ്ടോ? ഈ കോൺവെർസേഷൻ നമുക്ക് എല്ലാവർക്കും വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അതായത് ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ കോൺവെർസേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് രണ്ട് ആളുകൾ അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് റിവീൽ ചെയ്യുന്ന ഒരു കോൺവെർസേഷൻ നമുക്ക് മേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും തിരിച്ചറിയാൻ പോകുന്ന രണ്ട് യൂസേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ടു, ഓക്കെ, യൂസ്ഡ് ടു, പിന്നെ വുഡ്. ഈ യൂസ്ഡ് ടുവും വുഡും തമ്മിൽ എപ്പോഴും എല്ലാ ആളുകൾക്കും ഒരു കൺഫ്യൂഷൻ വരും. നമ്മൾ എപ്പോഴാണ് യൂസ്ഡ് ടു പറയുക, എപ്പോഴാണ് വുഡ് പറയുക. അതുപോലെ തന്നെ യൂസ്ഡ് ടുതിൻ്റെ നമ്മളതിൻ്റെ പ്രയോഗം പറയുമ്പോൾ അതിൻ്റെ മീനിങ്ങിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളൊക്കെ കൺഫ്യൂഷൻ വരാറുണ്ട്. യൂസ്ഡ് ടുയും വുഡും നമ്മൾ ഇന്ന് കൃത്യമായി പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം വിൽക്കുട്ടി നമ്മൾ പറഞ്ഞതുപോലെ രണ്ടാളുകൾ കുറച്ച് ഏജ്ഡ് ആയ ആളുകളാണ് കേട്ടോ, കുറച്ച് പ്രായമുള്ള ആളുകളാണ്. ഈ രണ്ടാളുകൾ ഒരു പാടത്തിൻ്റെ കരയിലായിട്ട് അവിടെ ഇങ്ങനെ ഒരു ഇരിപ്പിടൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓല കൊണ്ട് മറച്ച ഷീറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ എന്താ പറയാ, കുട്ടിപ്പര. അത് തന്നെ. അപ്പോൾ അതിലിങ്ങനെ ഇരിക്കുകയാണ് ഇവർ രണ്ടുപേരും കേട്ടോ. എന്നിട്ട് അവരിങ്ങനെ നേരെ പാടത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ പാടത്തിൽ അവിടെ കുറേ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്, പന്ത് കളിക്കുന്നുണ്ട്. കുറേ കുട്ടികൾ ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം പോകുന്ന തോട്ടിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കൂടെ ഒരു റെയിൽവേ പാളമുണ്ട്, അതിലൂടെ ട്രെയിൻ പോകുന്നുണ്ട്. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീനറി. അവിടെ ഇരുന്നിട്ട് ഈ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പറയാണ്, ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു എന്ന് പറയണം. അപ്പം എങ്ങനെ പറയാം, ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് തിങ്കിങ് എന്ന് പറയാൻ പറ്റില്ല, ഓർമ്മിക്കുന്നതിന് നമ്മൾ റിമെമ്പർ എന്നാ പറയാം. ഓക്കെ, അപ്പോൾ ഐ ആം റിമെമ്പറിങ് മൈ ചൈൽഡ്ഹുഡ്. ഐ ആം റിമെമ്പറിങ് മൈ ചൈൽഡ്ഹുഡ് നൗ, അല്ലേ? സിറ്റിംഗ് ഹിയർ, ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. ഇപ്പം ഞാൻ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം ഞാനിപ്പോൾ ഓർക്കുകയാണെന്നുള്ളതാണല്ലോ, അല്ലേ? അപ്പോൾ ഐ ആം റിമെമ്പറിങ് മൈ ചൈൽഡ്ഹുഡ്. അതെന്തൊരു മനോഹരമായ ദിവസമായിരുന്നു, അല്ലെങ്കിൽ അതെന്തൊരു ദിവസമായിരുന്നു നമ്മൾ പറയില്ല, അതെന്തൊരു മനോഹരമായ ദിവസം പറയില്ല, അതെന്തൊരു മനോഹരമായ കാലമായിരുന്നു അല്ലേ? അപ്പൊ കാലത്തിന് നമ്മൾ പറയുന്നത് എന്താ പറയുക, കാലത്തിന് നമ്മൾ പറയുന്നത് ടൈം എന്ന് തന്നെയാണ്. അല്ല, അത് എന്തൊരു മനോഹരമായ സമയമായിരുന്നു. അപ്പൊ നമുക്കിത് ഇങ്ങനെ പറയാം. ഒന്നും കൂടിയും അത് ബ്യൂട്ടിഫുളിന്റെ കൂടെ നമുക്ക് ഒരു വണ്ടർഫുൾ കൂടി ചേർത്തിട്ട് പറയാം. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ ടൈം. വണ്ടർഫുൾ ടൈം. അത് നല്ല മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു എന്ന് പറയണം. അപ്പോൾ ആ മനോഹരമായ ദിവസങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ മറ്റൊരാളോട് ചോദിക്കുകയാണ്, നീ നിന്റെ കുട്ടിക്കാലത്ത് പതിവായിട്ട് എന്തെല്ലാമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ what did you used to in your childhood? എന്താണ് ചെയ്തത്, ഒരു ചെയ്യുക എന്നുള്ള ഒരു ഡൂവും കൂടി കൂട്ടി കൊടുക്കണം. അപ്പോൾ what did you used to do your childhood? അങ്ങനെ ചോദിക്കണം. what did you used to do in your childhood? നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് എന്തെല്ലാമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആള് പറയാണ്, ഞാൻ വെക്കേഷൻ ആയാൽ നേരെ ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോകുമായിരുന്നു. ഓക്കെ, അതെന്റെ കാര്യം തന്നെയാണ്. വെക്കേഷൻ അപ്പം അത് പതിവായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ? വെക്കേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അമ്മമാരുടെ വീട്ടിലേക്കൊക്കെ പോകുന്നത് പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ പതിവായി എന്ന് പറയുന്ന ഈ സെയിം സംഭവത്തിന് തന്നെ എടുക്കാം. എന്ന് വെച്ചാൽ യൂസ്ഡ് ടു വെച്ച് പറയാം. അപ്പം എങ്ങനെ പറയാം, ഞാൻ പതിവായിട്ട്. അപ്പോൾ ഈ യൂസ്ഡ് ടുല് നമ്മൾ പറയുമ്പോൾ യൂസ്ഡ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയില്ല കേട്ടോ. ഐ യൂസ് ടു അങ്ങനെ പറയുള്ളൂ. പക്ഷെ ആക്ച്വലി എഴുതുമ്പോൾ യൂസ്ഡ് ടു എന്നുണ്ടാവും. വേണം. യൂസ്ഡ് ടു എന്നാണ്
എഴുതുമ്പോൾ ഉണ്ടാവുക. പറയുമ്പോൾ ഐ യൂസ് ടു എന്നേ ഉണ്ടാവുള്ളേ. പറ. ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോകുമായിരുന്നു. Okay. വെക്കേഷൻ സമയത്ത്. I used to go to. ഡി വേണ്ട, ഐ യൂസ് ടു. I used to go to in my mama's home. അല്ല, എൻ്റെ അമ്മ വീട്ടിലേക്ക് പോകുമായിരുന്നു. ഞാൻ To പറയുമ്പോൾ my എന്തറിയോ? mama's home. ഞാൻ പറയുമ്പോൾ മിലുവിന് അമ്മ വീട്ടിൽ പോകുമായിരുന്നു എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്നല്ലേ, അപ്പം എന്നാ ഇന്നായിരിക്കും. വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ അപ്പം ടു കൊടുക്കും. അപ്പം നമ്മളെ മലയാളത്തിൻ്റെ ഒരു പ്രശ്നമാണത്. മലയാളം നമ്മൾ വീട്ടിൽ പോകുമായിരുന്നു എന്ന് പറയും. ആക്ച്വലി അവിടെ വീട്ടിലേക്ക് പോകുമായിരുന്നു എന്നാണ്. അപ്പം നമുക്കത് അവിടെ മനസ്സിലാവണം. വീട്ടിൽ പോകുമായിരുന്നു എന്നാണോ വീട്ടിലേക്ക് പോകുമായിരുന്നു എന്നാണോ പറയുന്നത് എന്നുള്ളത് നമുക്ക് അപ്പം തന്നെ കത്തണം. ആക്ച്വലി മലയാളം വീട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ ഐ യൂസ് ടു ഗോ ഇൻ മൈ മമാസ് ഹോം എന്നാവില്ല അവിടെ വരിക. വീട്ടിലേക്ക് പോകുമായിരുന്നു എന്നാ വരിക. To my mama's home. ആ, അങ്ങനെയാണ് പറയാം കേട്ടോ. അപ്പോൾ ഒരു സ്ഥലത്തിലേക്ക് എന്ന് പറയുമ്പോൾ ആ സ്ഥലത്ത് പോകുമായിരുന്നു, സ്ഥലത്ത് എന്ന് വരാം. ആ സ്ഥലത്തിലേക്ക് പോകുമായിരുന്നു, അവിടേക്ക് പോകുമായിരുന്നു, ലേക്ക് എന്ന് വരാം, ലേക്ക് എന്ന് വരാം, ഇതെല്ലാം വരാം. അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. പക്ഷെ മലയാളത്തിൽ ഇത് പല രീതിയിൽ നമ്മൾ മലയാളം ചേർത്ത് പറയും. ലേക്ക് എന്ന് വരാം, ഇങ്ങോട്ട് നമുക്ക് തേക്ക് എന്ന് വരാം, അല്ലേ? ചില ആൾ പറയും, ചില ആൾക്കാർ ഇങ്ങനെ പറയും, ഞാനുണ്ടല്ലോ കോട്ടയത്തിന് പോവുക, ഇങ്ങനെ പറയും. എന്ന് വെച്ച് അത് കഴിഞ്ഞാല് മറ്റവരാണ്, ഈ ക്രിസ്ത്യൻസ്. അതാ പറയുന്നത്. അതായത് കോട്ടയം സൈഡുകളിലൊക്കെ ഉള്ള ആളുകൾ, പല ആൾക്കാരും ഇങ്ങനെ പറയും, ഞാൻ കോട്ടയത്തിന് പോവുക, ഞാൻ അമേരിക്കയ്ക്ക് പോവുക, അമേരിക്കയ്ക്ക് പോവുക, മുസ്ലിംസ് പറയും അമേരിക്കയ്ക്ക് പോവുക, ദുബായിക്ക് പോവുക, കോട്ടയത്തിന് പോവുക, പിന്നെ പള്ളിക്ക് പോവുക. ആക്ച്വലി ഇതൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ എല്ലാം കൊടുക്കേണ്ടത് ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. കണ്ടോ? ഞാൻ കോട്ടയത്തേക്ക് പോകാന്നാണ് പറയാ. അങ്ങനെ പറയാ, കോട്ടയത്തേക്ക് പോകാന്നാ പറയാം. ചിലര് വേറെ കോട്ടയത്തിന് പോകാന്ന് പറയും. അപ്പൊ അവിടെ കോട്ടയത്തിന് എന്ന് വരുമ്പോ നമ്മളവിടെ ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ പറയും, കോട്ടയം. ഐ ഗോ ടു കോട്ടയത്തിന് പകരം ഐ ഗോ ഫോർ കോട്ടയം എന്ന് പറയേണ്ടി വരും. അപ്പൊ അത് ശരിയാവില്ല, തെറ്റാണ്. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ല. ഇംഗ്ലീഷിൽ ഒറ്റൊന്നേ ഉള്ളൂ. മലയാളത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വലി മലയാളത്തിൽ നമ്മൾ ഈ വക യാതൊന്നും ശ്രദ്ധിക്കാറില്ല. നമുക്ക് ഇഷ്ടമുള്ള പ്രിപ്പോസിഷൻ ചേരുന്ന സ്ഥലത്ത് നമ്മൾ ചേർത്ത് സംസാരിക്കും, അല്ലേ? ശരിയല്ലേ? മലയാളം നമ്മളവിടെ ആരെങ്കിലും ബോധർ ചെയ്യാണ്ടോ? നമ്മൾ ആരെങ്കിലും നമ്മൾ തിരുത്താറുണ്ടോ? ഇല്ല. കാരണം നമ്മളത് ഓരോ സ്ഥലങ്ങളിൽ ആളുകൾ യൂസ് ചെയ്യുന്ന രീതി അങ്ങനെയാണ്, അതിനനുസരിച്ച് അത് പോകുന്നുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിലും നമ്മൾ ചില പ്രിപ്പോസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വന്നേട്ടോ. അപ്പോൾ കമ്മിങ് ടു ദ പോയിന്റ്. അപ്പോൾ എന്താണ് സംഭവം? I used to go to my mama's home. To my mama's home. In my vacation. വെക്കേഷനിൽ എന്നുള്ളതിന് ഇൻ മൈ വെക്കേഷൻ എന്ന് പറയാം. പക്ഷെ നമുക്ക് വെക്കേഷൻ എന്നുള്ളത് ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. അപ്പൊ ഡ്യൂറിങ് മൈ വെക്കേഷൻ എന്ന് പറയാം. സോ ഐ യൂസ് ടു ഗോ ടു മൈ മമാസ് ഹോം ഡ്യൂറിങ് മൈ വെക്കേഷൻ. വെക്കേഷൻ സമയത്ത് ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവിടെ എൻ്റെ കസിൻസ് ഒക്കെ ഉണ്ടാകുമായിരുന്നു എന്ന് പറയാം. There were my cousins in my mama's home. ഞാൻ അവിടെ ചെല്ലുമ്പോൾ, ഞാനവിടെ എത്തുമ്പോൾ അല്ലേ? ഞാനവിടെ എത്തുമ്പോൾ when I reached my mama's home. ഞാനവിടെ എത്തുമ്പോൾ ധാരാളം കസിൻസ് ഒക്കെ അവിടെ ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഈ കസിൻസും ഞാനും ഒക്കെ എല്ലാം കൂടെ ഭയങ്കര ബഹളാണെന്നാണ് ഇയാൾ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഇവൻ ചോദിക്കാണ്, അല്ല രണ്ടാൾക്കാര് സംസാരിക്കണേ. രണ്ടാൾക്കാരാണ്. അപ്പൊ ഒരാള് മറ്റൊരാളോട് ചോദിക്കാണ്, ഓക്കെ അപ്പൊ നീ വെക്കേഷൻ സമയത്ത് നീ അമ്മ വീട്ടിൽ പോകുന്നല്ലൊക്കെ പറഞ്ഞേ, നിന്റെ അമ്മ വീട്ടില് പിന്നെ പശുവൊക്കെ ഉണ്ടോ? പശുവൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. നിന്റെ അമ്മയുടെ വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ടായിരുന്നോ? അപ്പൊ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നും ചോദ്യം ഉണ്ടാക്കിയാൽ മതി. ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാ? എൻ്റെ അമ്മ വീട്ടിൽ ധാരാളം പശുക്കൾ ഉണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു എന്നല്ല, അവിടെ അത് തന്നെ വരണം. അതാണ് പ്രശ്നം. അതായത് ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ഐ ഹാഡ്. അത് എനിക്കുണ്ടായിരുന്നു എന്നാണ്. നമ്മൾ ആർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതിന് അവിടെ പ്രസക്തമല്ല. നമ്മള് many cows my mama's house. അതാണ് കറക്റ്റ്. അതായത്
was there അല്ല വാസ് ദേർ അല്ല, ചോദ്യമായിട്ടും എന്താ വരും? was there ആ cows in our mama's home? were there many cows mama's home എന്ന് ചോദിക്കാം. അതായത് നമ്മൾ ചോദ്യം ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഉത്തരം അങ്ങ് പറഞ്ഞു നോക്കുക. ഉത്തരം എങ്ങനെ പറയാ? ഇങ്ങനെ ആലോചിക്കുക, അവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നമുക്കറിയാം ഇൻ മൈ മദേഴ്സ് ഹോം എന്നോ ഇൻ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹോം എന്നൊക്കെ നമുക്ക് പറയാനറിയാം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് കിട്ടണം. അവിടെ എന്നുള്ള വാക്ക് എന്താ? ദെയർ ആണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു എന്നുള്ളതിന് ആക്ച്വലി ഹാഡാണ്. പക്ഷെ ദെയറിൻ്റെ കൂടെ നമ്മൾ ഹാഡ് ചേരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ദെയർ വേർ. കാരണം പറയാൻ പോകുന്നത് പശുക്കളെ കുറിച്ചാണ്. അതുകൊണ്ട് ദെയർ വാസ് പറ്റില്ല, ദെയർ വേർ ഇട്ടു. അപ്പം ദെയർ വേർ മെനി കൗസ് ഇൻ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹോം അല്ലെങ്കിൽ ഇൻ മൈ മദേഴ്സ് ഹോം. എൻ്റെ അമ്മമ്മയുടെ വീടും എൻ്റെ അമ്മയുടെ വീടൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ അല്ലേ, അമ്മമ്മയുടെ വീട്ടിൽ പോവാ നമ്മൾ പറയാം. അമ്മയുടെ വീട്ടിൽ പോവാ അല്ലെങ്കിൽ അമ്മമ്മയുടെ വീട്ടിൽ പോവാ. അത് എൻ്റെ അമ്മയുടെ വീടാണ്, എൻ്റെ അമ്മമ്മയുടെ വീടാണ്. ശരിയല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹോം എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ. അപ്പൊ ചോദ്യം നോക്കുമ്പോ വേർ ദേർ, അവിടെ ഉണ്ടായിരുന്നോ. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹാഡ് എവിടെ ചേർക്കുന്നു, വേറെ എവിടെ ചേർക്കുന്നു എന്നുള്ള എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. കുറേ ആൾക്കാർ കൊമൻസിൽ ചോദിക്കാറുണ്ട്, ഈ ഐ ഹാഡ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നു എന്നല്ലേ, അങ്ങനെയാണെങ്കിൽ പിന്നെ ദെയർ വേർ അല്ലല്ലോ, ദെയർ ഹാഡ് അല്ലേ ഇടുക എന്ന്. ദെയറിൻ്റെ കൂടെ ഒരിക്കലും നമുക്ക് ഹാഡ് ചേരില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ദെയർ വേറും ദെയർ വാസും അവിടെ ആയിരുന്നു എന്നല്ലേ മീനിങ് എന്നുള്ളൊരു ചോദ്യം വരും. പക്ഷെ ദെയറിൻ്റെ കൂടെ വാസും ദെയറിൻ്റെ കൂടെ വേറും ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, ഇതിങ്ങനെയാണ് ബൈ എന്ന് നമ്മൾ പറയില്ല. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, നമ്മളത് അങ്ങനെ അങ്ങ് കാണാപ്പാടം പഠിച്ചു. എന്തായാലും നമ്മള് ഇതൊന്നും പറയില്ല, പറയാൻ പറ്റൂല. അപ്പോ അതിലൊക്കെ ഒരു വർഗത്തിൽപ്പെട്ട തന്നെയാണല്ലോ ഹാഡ്. അതുകൊണ്ട് ഹാഡും പറയാൻ പറ്റില്ല. അത് ഇത്രേ ഉള്ളൂ. അതായത് ഹാവും ഹാസും ഹാഡും എപ്പോഴും ഒരു സബ്ജക്റ്റിന്റെ കൂടെ മാത്രമേ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നിന്റെ കൂടെ ചേർക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഒരു സബ്ജക്റ്റ് വേണം. ഈ ദെയർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. എന്തുകൊണ്ടാണ് അപ്പോ നിങ്ങൾ വെർബിന്റെ കൂടെ ഹാവ് കൂട്ടുന്ന വെർബായിട്ട് സങ്കല്പിക്കണെന്ന് ചോദിച്ചാല് അതൊരു വെർബ് ആയതുകൊണ്ടാണ്. അതെ, ഹാഡ് ഒരു വെർബും ആണ്, ഓക്സിലറി വെർബും. ഹാവും ഹാഡും ഹാസും ഒക്കെ ഒരു വെർബും ആണ്, ഓക്സിലറി വെർബും ആണ്. ഓക്കെ, അപ്പോ കഥയിലേക്ക് വരാം. അപ്പോൾ ആള് ചോദിക്കാണ്, അല്ല നീ പശുക്കളൊക്കെ കുളിപ്പിക്കാനായിട്ട് പുഴയിലേക്കൊക്കെ പോകുമായിരുന്നോ എന്ന് ചോദിക്കണം. അപ്പോ did you used to go to river take bath to take bath your cows? നിങ്ങളെ പശുക്കളൊക്കെ കുളിപ്പിക്കാനായിട്ട് നീ പുഴയിലേക്ക് നീ അവരെ എടുക്കുമോ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. പുഴയിലേക്ക് കൊണ്ടുപോകാറോ അല്ലെങ്കിൽ കുളിപ്പിക്കാറോ ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ അതിനൊന്നും കൂടി ചുരുക്കി ഇങ്ങനെ പറയാം, ഡിഡ് യു യൂസ് ടു ടേക്ക് യുവർ കൗസ് ടു ദ റിവർ? ഡിഡ് യു യൂസ് ടു ടേക്ക് യുവർ കൗസ്? ആ പുഴയിലേക്ക് എടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ഡിഡ് യു യൂസ് ടു ടേക്ക് യുവർ കൗസ് ടു ദ റിവർ? പുഴയിലേക്ക് ഇറക്കുമോ? അതാണ് ഡിഡ് യു യൂസ് ടു ടേക്ക് യുവർ കൗസ് ടു ദ റിവർ. എന്തിനാ? ഫോർ ബാത്തിങ്. കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ പശുക്കളെ പുഴയിലേക്കൊക്കെ എടുക്കുമായിരുന്നോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇയാൾ ഉത്തരം പറയും, യെസ് ഐ യൂസ് ടു ടേക്ക് ദം. ഉത്തരം പറഞ്ഞോ. ഞാൻ അവരെ കുളിപ്പിക്കാൻ പുഴയിലേക്ക് എടുക്കുമായിരുന്നു. യെസ് ഐ യൂസ് ടു ടേക്ക് ദം to the river കുളിപ്പിക്കാൻ വേണ്ടിയല്ലേ, ഫോർ ബാത്തിങ്. അപ്പൊ ആ സമയത്തുണ്ടല്ലോ ഈ പശുക്കളൊക്കെ കുളിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഞാനും എൻ്റെ കസിൻസും ഒക്കെ പുഴയിൽ പോയി കുളിക്കുമായിരുന്നു എന്ന് പറയണം. ഞാനും എൻ്റെ കസിൻസും എങ്ങനെ പറയാ? അപ്പോ അത് രണ്ട് അങ്ങനെ തന്നെ പറയണം. അതായത് മൈ കസിൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻസും ഞാനും. അപ്പൊ ഈ ഐ ആൻഡ് മൈ കസിൻസ് നമ്മൾ പറയില്ല, കാരണം നമ്മൾ എന്ന് പറയുന്ന ഇതിലാണല്ലോ സെന്റൻസ് തുടങ്ങേണ്ടത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇട്ട് കൊടുക്കാം. അപ്പൊ മൈ കസിൻസ് ആൻഡ് ഐ, മൈ കസിൻസ് ആൻഡ് ഐ
യൂസ്ഡ് ടു ഗോ used to go to river for bathing. ഫോർ ബാത്തിങ്. ഞങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് പുഴയിൽ പോകുമായിരുന്നു എന്നാണ് പറയുന്നത്. പശുവിനെ കുളിക്കും. പശുവിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റേ ചോദിക്കുകയാണ്, അല്ല നീ അപ്പോൾ ക്രിക്കറ്റ് കളിക്കാനൊന്നും പോകാറില്ലേ? പോകാറില്ലേ എന്നപ്പോൾ ഞാൻ ചോദിച്ചത് തെറ്റാണ് കേട്ടോ. നീ അന്ന് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമായിരുന്നില്ലേ എന്ന് ചോദിക്കണം. ഇപ്പൊ ഞാനാണ് മലയാളം അതാ ഞാൻ പറഞ്ഞു. മലയാളം ഞാനിപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഡു യു എന്ന് വെച്ചിട്ടാണ് തുടങ്ങുക. നമുക്ക് ഡു യു വെച്ചിട്ടല്ല തുടങ്ങേണ്ടത്. നീ അന്ന് മുന്നേ പോകുമായിരുന്നോ എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ എങ്ങനെ പറയാ? അപ്പോ ചെയ്യുമായിരുന്നു. നീ മുന്നേ ചെയ്യുമായിരുന്നോ? Did you used to go to play cricket? Did you used to go to play cricket? നീ ക്രിക്കറ്റ് കളിക്കാൻ പോകുമായിരുന്നോ എന്നാണ് ചോദ്യം. അപ്പോൾ അവൻ പറയാണ്, ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഞാൻ പോകുമായിരുന്നു, അതെന്റെ ശീലമായിരുന്നില്ല. അപ്പൊ ഞാൻ ശീലം അങ്ങോട്ട് വിടുകയാണ്. ഇപ്പൊ ഇത്രയും ഞാൻ ചെയ്തത് എൻ്റെ ശീലമായിരുന്നു. ഇതൊക്കെ ശീലമാണ്, ഞാൻ പതിവായി ചെയ്യുമായിരുന്നു. പക്ഷെ ക്രിക്കറ്റ് കളിക്കുന്നത് എൻ്റെ ശീലമായിരുന്നില്ല, ഞാൻ പോകുമായിരുന്നു. പക്ഷെ ആ ചെക്കൻ അത്ര വലിയൊരു ശീലം ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. അപ്പൊ എങ്ങനെ പറയാ? അപ്പൊ എന്ത് ചേർത്ത് പറയാ? ഐ വുഡ് ചേർത്ത് പറയണം. അല്ല, പോകുമായിരുന്നു, ഞാൻ പോകുമായിരുന്നു, എന്റെ ശീലമായിരുന്നില്ല എന്നാ പറഞ്ഞേ. അപ്പൊ ഐ വുഡ് ഗോ ടു പ്ലേ ക്രിക്കറ്റ്. ഐ വുഡ് ഗോ ടു പ്ലേ ക്രിക്കറ്റ്. അത്രയൊന്നും ഇഷ്ടമായിരുന്നില്ല. പക്ഷെ എനിക്കത് അത്ര കണ്ടത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. I didn't like that very much. അത് അത്രത്തോളം എനിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് പറയണം. ഞാൻ പതിവായിട്ട് നീ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അമ്മയുടെ തറവാട്ടിലൊക്കെ പോകുമായിരുന്നു. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ തറവാട് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ട്. പിന്നെ ആ ചായക്കടയിലുള്ള ആക്ടിവിറ്റീസൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ സെൻറ്റൻസ് എന്താണ്? ഞാൻ പതിവായിട്ട് വെക്കേഷൻ സമയത്ത് എൻ്റെ അമ്മയുടെ തറവാട് വീട്ടിൽ പോകുമായിരുന്നു എന്ന് പറയണം. അപ്പം എങ്ങനെ പറയാം? അപ്പോൾ പോകുമായിരുന്നു. ഇതന്നെ പണ്ട് നടന്ന കാര്യല്ലേ. ഞാൻ പോകുമായിരുന്നു. I used to go to my mama's house. അവിടെ നമ്മൾ അമ്മയുടെ തറവാട് വീട് നിന്നുണ്ടേ. തറവാട് വീടിന് നമ്മൾ പറയുന്ന പേരാണ് ആൻസെസ്ട്രൽ ഹോം. പറഞ്ഞേ. സിസ്റ്റർ അല്ല, ആൻസെസ്ട്രൽ ഹോം. ആൻസെസ്ട്രൽ ഹോം കേട്ടോ. അതായത് നമ്മൾ തറവാട് വീടിന് കുറേ പേരുകൾ പറയാറുണ്ട്. ട്രഡീഷണൽ ഹോം, ആൻസെസ്ട്രൽ ഹോം എന്നൊക്കെ പറയും. അപ്പം ഇതൊരു വാക്കാണ്, ആൻസെസ്ട്രൽ ഹോം. ഐ യൂസ് ടു ഗോ ടു മൈ മോംസ് ആൻസെസ്ട്രൽ ഹോം. എൻ്റെ അമ്മയുടെ തറവാട്ട് വീട്ടിൽ ഞാൻ പോകുമായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ തറവാട് വീടിൻ്റെ അടുത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. There was a tea shop at my mama's house. അത് മറ്റൊക്കെ തറവാടും കൂടി കൂട്ട്. There was a tea shop. There was a tea shop at my mama's home. Ancestral home. Ancestral home. അത് പറഞ്ഞ് ശീലായിക്കോളും. അപ്പൊ എന്താന്ന് വെച്ചാലേ അവിടെ നമ്മൾ അടുത്ത് എന്നല്ലേ കൊടുത്തത്, അപ്പൊ നമ്മൾ അറ്റല്ല കൊടുക്കുക, അവിടെ നിയർ കൊടുക്കണം. നിയർ, അടുത്ത്. നിയർ മൈ മോംസ്. അമ്മാസ് അല്ല, മോംസ്. ഒന്നുകിൽ മോംസ് എന്ന് പറയാം, അല്ലെങ്കിൽ മദേഴ്സ് എന്ന് പറയാം, മമ്മാസ് അങ്ങനെയും പറയാം. അത് ഇംഗ്ലീഷിൽ അങ്ങനെ നമ്മൾ മോം എന്നൊക്കെയാണ് പറയാം. അപ്പോ there was a tea shop ഇന്നല്ല near my mom's ancestral home. There was a tea shop near my mom's ancestral home. അപ്പോൾ അവിടെ തറവാട് വീടിൻ്റെ അടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു. ഞാൻ പതിവായിട്ട്
എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ആ ചായക്കടയിൽ പോയി അടിപൊളിയായിട്ട് ചായ കുടിക്കുമായിരുന്നു എന്നാണ് പറയേണ്ടത്. അപ്പൊ വീട്ടിൽ ചായ ആൾക്ക് വേണ്ട, വേണ്ട, പുറത്തു ചായ മതി. അതെ. അപ്പൊ എങ്ങനെ പറയാ, ഞാനും എൻ്റെ ഫ്രണ്ടും എന്ന് പറയുമ്പോ നേരത്തെ നമ്മൾ കസിൻ എന്ന് പറഞ്ഞില്ലേ, അതേമാതിരി തന്നെ എൻ്റെ ഫ്രണ്ടും ഞാൻ. മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് ആൻഡ് ഐ. മൈ കസിൻസ്. കസിൻ അല്ലല്ലോ, ഇവിടെ ഇയാള് ഫ്രണ്ടിന്റെ കൂടെ പോയത്. ഓക്കെ, അപ്പോ മൈ ഫ്രണ്ട് ആൻഡ് ഐ ഗോ ടു ഡ്രിങ്ക് കോഫി, ടീ. ഗോ ടു ദ ടീ ഷോപ്പ് ആൻഡ് ഡ്രിങ്ക്. അല്ല, ടീ ഷോപ്പിൽ പോയിട്ട് കോഫി കിട്ടുക. ടീ ഷോപ്പ് ആൻഡ് ടീ. ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കുക. ഓക്കെ, ഗോ ടു ദ ടീ ഷോപ്പ് ആൻഡ് ടീ. ഞങ്ങള് അവിടെ പോയിട്ട് ആന്ന് ഗോ ടു ദ ടീ ഷോപ്പ് ആൻഡ് ഡ്രിങ്ക് ടീ. ഓക്കെ, അതെ. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുമായിരുന്നു, ചായ ഒക്കെ കുടിക്കുമായിരുന്നു. ആന്ന്, അവന്റെ ഫ്രണ്ടും അവനുമേ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഐ യൂസ്ഡ് ടു ഗോ ടു ദ ടീ ഷോപ്പ് ആൻഡ് ഡ്രിങ്ക് ടീ വിത്ത് മൈ ഫ്രണ്ട്. അങ്ങനെയും പറയാം. അല്ലെങ്കിൽ മൈ ഫ്രണ്ട് ആൻഡ് ഐ ഗോ ടു ദ ടീ ഷോപ്പ് ആൻഡ് ഡ്രിങ്ക് ടീ. ഇങ്ങനെയും പറയാം കേട്ടോ. അവിടെ കറക്റ്റ് ആ സെന്റൻസ് വരുമ്പോൾ ചായ എന്ന് പറയാൻ പറ്റില്ല. ചായ കുടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാള് പോയിട്ടല്ലേ കുടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചായകൾ കുടിക്കുമായിരുന്നു. ഡ്രിങ്ക് ടീസ് തന്നെ പറയേണ്ടി വരും കേട്ടോ. അതൊന്നും നമ്മൾ അത്രയും കൊറേ നാളായിട്ട് ഇപ്പൊ കോഫി എന്നാണ് കോൺവെർസേഷനിൽ പറയണത്. ഇപ്പൊ ഇതില് ടീ അറിയാതെ വന്നോണ്ട് ടീ തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് അതില് കോഫി. ഏതായാലും സംഭവം ഇതേപോലുള്ള മെമ്മറീസ് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അത് നമ്മള് ചെറുപ്പകാലത്തില്. പക്ഷെ എനിക്ക് ചെറുപ്പമാണ്, ഇനി വലുതാവുമ്പോഴുള്ള മെമ്മറീസ് ആവും. അതായത് ഈ പ്രായമുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് അവരുടെ തറവാട് വീട്ടിൽ പോവുമായിരുന്നു. അവര് പിന്നെ തൊട്ടടുത്ത ഗ്രൗണ്ടിൽ കളിക്കുമായിരുന്നു അല്ലേ. പിന്നെ മീൻ പിടിക്കാൻ പോവായിരുന്നു, പശുവിനെ കുളിപ്പിക്കാൻ പോവായിരുന്നു. അങ്ങനെ ഒരുപാട് മെമ്മറീസ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആകെ ഒരൊറ്റ വാക്ക് മതി നമുക്ക് സംസാരിക്കാനായിട്ട്. ഒന്ന് മതി. അവിടെ പണ്ട് പതിവായിട്ട് അത് ചെയ്യുമായിരുന്ന കാര്യമാണ്. പതിവായിട്ടാണെന്നുണ്ടെങ്കിൽ അല്ലാതെ കുറച്ചൊക്കെ ഇഷ്ടം പതിവല്ല, നമ്മളത് ചെയ്യുമായിരുന്നു മാത്രമാണെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അത് മനസ്സിലായല്ലോ. യൂസ്ഡ് ടു എവിടെ ചേർക്കണം, എവിടെ ചേർക്കണം, ഡിഡ് യു യൂസ് ടു ചോദ്യം ചോദിക്കാൻ എങ്ങനെ ചേർക്കണം എന്നൊക്കെ മനസ്സിലായില്ലേ. അപ്പോൾ ഈ സംഭവം നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ കുട്ടിക്കാലത്തെ കുറിച്ച് എന്ത് പറയാനാണെങ്കിലും ഞങ്ങൾ അങ്ങനെ അത് ചെയ്യുമായിരുന്നു എന്നാണെങ്കിൽ ഐ യൂസ്ഡ് ടു. ഇനി അത് ഞാൻ പതിവായിരുന്നു എന്നല്ല, ഞാൻ ചെയ്യുമായിരുന്നാണെങ്കിൽ ഐ വുഡ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ചെറിയ കാര്യം പറയാനുണ്ട്. ഞാനും മിൽക്കുട്ടിയും ചെറിയ രീതിയിൽ ഒരു 2 മിനിറ്റ് ഒരു അഭിനയം ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലിലാണ്. അവരിങ്ങനെ വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ആ ചാനലിൻ്റെ പേര് RK ലാഡ് എന്നാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മെസ്സേജിൽ പിൻ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കാണണം എന്ന് ഞാനൊന്ന് അപേക്ഷിക്കുകയാണ്. കാരണം ആദ്യമായിട്ട് ഞങ്ങൾ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ആദ്യമായിട്ടല്ല, അച്ഛനൊന്ന് പോയിട്ടുണ്ട്. മുന്നേ ഒന്ന് ചെയ്തിട്ടുണ്ട്, അത് അത്ര ശരിയായിട്ടില്ല. അതെ, അപ്പൊ മിൽക്കുട്ടി ആദ്യമായിട്ട് ചെയ്തതായിരുന്നു. ചെറിയൊരു റോളാണ് കേട്ടോ, വലിയ സംഭവം ഒന്നല്ല. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് ഇഷ്ടപ്പെടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കാണാം. ഓക്കെ, അതിന്റെ ലിങ്ക് ഞാൻ മെസ്സേജിൽ പിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എനിക്ക് കാര്യം പറയാം. ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട്, ശിവരാത്രിയാണ്, മിൽക്കുട്ടിക്ക് ഡാൻസ് ഉണ്ട്. ശിവരാത്രി എവിടെ വെച്ചാല് നമ്മുടെ അമ്പലത്തിലാണ്. അപ്പോൾ ഇന്ന് രാത്രി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അത് റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം അതുകൊണ്ടല്ല, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ മ്യൂസിക് ഉണ്ടല്ലോ, ഏതൊരു മ്യൂസിക് വന്നാലും കോപ്പിറൈറ്റ് വരും. അതാണ് പ്രശ്നം. ഇനിയിപ്പോൾ മ്യൂസിക് ഇല്ലാതെ നമുക്ക് വീഡിയോ എടുത്തിട്ട് റെക്കോർഡ് ചെയ്ത് ഇടാൻ പ്രശ്നമില്ല. പക്ഷെ അത് കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പാട്ടും കൂടി വരുമ്പോഴേ അത് വൃത്തിയാവുള്ളൂ. അതുകൊണ്ട് കോപ്പിറൈറ്റ് വരും തീർച്ചയാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ മിലൂസിൻ്റെ ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓർക്കസ്ട്ര സ്വയം അവർ പാടുന്ന ഓർക്കസ്ട്ര ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ അരങ്ങേറ്റത്തിൻ്റെ സമയത്ത് അവിടെ
ഗുരുവായൂര് മേപ്പത്തൂര് ഓഡിറ്റോറിയത്തിൽ അവര് തന്നെ പാടിയതായിരുന്നു. പാടിയതായിരുന്നു. അങ്ങനത്തെ പ്രശ്നമല്ല, ഈ റെക്കോർഡ് ചെയ്ത വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് പക്ഷെ പാടുന്ന പാട്ട് തന്നെ കേട്ടോ, ആൾക്കാര് പാടുന്നത് റെക്കോർഡ് ചെയ്തല്ലേ, അതാണ് പ്രശ്നം. ആൾക്കാര് പാടുന്നത് തന്നെയല്ലേ. അപ്പോ അങ്ങനെയാണ് ഞങ്ങള് നമ്മളെ അവിടുത്തെ ഗുരുവായൂരത്തെ ഡാൻസ് അത് നമ്മള് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീണ്ടും കാണാം. അതുവരേക്കും ബൈ.